വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് കേരളക്കരെ ആദ്യം അറിയിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. അതുപോലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് കോൺഗ്രസ് ഇന്ന് തുടക്കം കുറിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കെ.സി. വേണുഗോപാൽ നാളെ എത്തും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ലക്ഷ്യമിടുന്ന മന്ത്രിസഭയിൽ കെ. മുരളീധരൻ, സണ്ണി ജോസഫ്, AP അനിൽകുമാർ എന്നിവർ ഉൾപ്പെടുമെന്നാണ് സൂചന. അതൃപ്തിയിലുള്ള രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. ആറോഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. ആറോഷിപാൽ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സത്യപ്രതിജ്ഞ സാധ്യതയെക്കുറിച്ച്, മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച്. അരുൺകുമാർ, മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൂടിയാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്ഭവനിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് സമയം തീരുമാനിച്ചത്. അന്ന് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം തൊട്ടു പിന്നാലെ തന്നെ ക്യാബിനറ്റ് യോഗം ചേരും. ക്യാബിനറ്റിൽ നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള തീരുമാനമെടുക്കും. ആ തീരുമാനം ഗവർണറെ അറിയിക്കുകയും ചെയ്യും. നിലവിൽ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ കെ. മുരളീധരൻ, സണ്ണി ജോസഫ്, AP അനിൽകുമാർ എന്നിവരാണ്. ഇവർ 3 പേരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നാളെ മന്ത്രിസഭാ ചർച്ചകൾക്കായി കെ.സി. വേണുഗോപാൽ എത്തിച്ചേരുന്നുണ്ട്. വൈകിട്ടോടെയാണ് കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിസഭാ ചർച്ചകൾ നടക്കുക. AICCയുടെ നിരീക്ഷണമുണ്ടാകും ഈ ചർച്ചകൾക്ക്. 12 മന്ത്രിമാരെയാണ് മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതിൽ 11 മന്ത്രിമാരെ കണ്ടെത്തേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ K. പ്രവീൺകുമാർ, T. സിദ്ദിഖ്, T.J. വിനോദ് എന്നിവർ പരിഗണിക്കപ്പെടുന്നുണ്ട്. M. ലിജു, G. സുധാകരൻ, P.C. വിശ്വനാഥ് എന്നിവർക്കും മന്ത്രിസഭയിൽ സാധ്യതയുണ്ട്. ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരും പരിഗണനയിലുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്തും എന്നിവരെ പരിഗണിച്ചേക്കും. അൻവർ സാദത്തിനെ പരിഗണിക്കുകയാണെങ്കിൽ T. സിദ്ദിഖിന്റെ സാധ്യത മങ്ങാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ K. പ്രവീൺകുമാറിനെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകാനുള്ള സാധ്യം അവിടെ ഉണ്ടായ മുന്നേറ്റമാണ്. 13 സീറ്റ് UDF ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവീണിനെ പരിഗണിക്കണമെന്ന ആവശ്യം. ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. 2 വനിതകൾ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ആവശ്യമുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് സാധ്യതയുണ്ടോ എന്ന് കാത്തിരുന്ന് കാണാം. നാളെ ഏറ്റവും സുപ്രധാനമായ ചർച്ചകളാണ്. കാരണം നാളെ UDFന്റെ നേതൃയോഗം ഉച്ചതിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവിടെ UDFന്റെ ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. അവിടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് പുറമെ വകുപ്പ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാനുള്ള തീരുമാനമുണ്ട്. എല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിസഭാ യോഗ ചർച്ചകൾ ഇന്ന് രാത്രി തന്നെ തുടങ്ങുന്നത്. ദീപാദാസ് മുൻഷിയും KPC അധ്യക്ഷൻ സണ്ണി ജോസഫും നിയുക്ത മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും ചേർന്നാണ് പ്രാഥമികമായ ചർച്ചകൾക്ക് തുടക്കമിടുക. രമേശ് ചെന്നിത്തലയുമായി ടെലിഫോണിലാണ് ചർച്ചകൾ നടത്തുക. രമേശ് ചെന്നിത്തല ഗുരുവായൂരിലാണ്. ഇപ്പോൾ രാത്രിയോടെ ഗുരുവായൂരിൽ എത്തിച്ചേരും. രമേശ് ചെന്നിത്തല നാളെ വൈകിട്ടോടെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയുമായി തുടർ ചർച്ചകൾ നടക്കും. മറ്റന്നാളത്തോടെ ഏതാണ്ട് മന്ത്രിസഭ രൂപീകരണം പൂർത്തിയാകും. മന്ത്രിമാർ ആരെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട വി.ഡി. സതീശൻ ഗവർണറൊത്ത് നിൽക്കുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ ചിത്രം കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി. ഇപ്പോൾ കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ട് സത്യപ്രതിജ്ഞയ്ക്കുള്ള കത്ത് കൈമാറിയിരിക്കുന്നു. അഥവാ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചതിന്റെ ദൃശ്യങ്ങളാണ്, ചിത്രമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. വി.ഡി. സതീശൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരെ പ്രേക്ഷകർക്ക് കാണാം. ലോക്ഭവനിൽ നിന്നുള്ള ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.